ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് ജിം ടെസ്റ്റ് എയർപോഡ്സ് പ്രോ 3യുടെ. സോ ഇതിനെ നമ്മൾ 2 ജിമ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പോവുക. ഇതാണ് ഫസ്റ്റ് ജിം. ഇവിടെ എല്ലാം മെഷീൻസ്, പുലി മെഷീൻസ്, പിന്നെ ത്രെഡ്മിൽസ്, പിന്നെ എലപ്റ്റിക്കൽ ട്രെയിനേഴ്സ്, ബെഞ്ച് പ്രസ്, ഡംബിൾസ്, ആപ്പ് ക്രഞ്ചേഴ്സ്, പിന്നെ ഹാങ്ങിങ്, എല്ലാം വെയ്റ്റ് റിലേറ്റഡ് എല്ലാ എക്സസൈസസ് ഇവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ജിമ്മിൽ പോകും. അത് ഓപ്പൺ ജിമ്മാണ്. അവിടെ മെയിൻലി നിങ്ങളുടെ ബോഡി വെയ്റ്റ് യൂസ് ചെയ്ത് എക്സസൈസ് ചെയ്യും. സോ ഒത്തിരി ജമ്പിങ്, പിന്നെ ബർപ്പീസ്, അങ്ങനത്തെ ഒക്കെ ഒത്തിരി എക്സസൈസ് ചെയ്യും. സോ ഞാൻ 2 ഡിഫറെൻറ്റ് ജിമ്മിനെ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പം എക്സസൈസ് ചെയ്യാൻ പോവുക. സോ നിങ്ങൾക്ക് പിടികിട്ടും നിങ്ങൾ ഏത് എക്സസൈസ് ചെയ്താലും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണോ, ചെവിയിൽ ഇരിക്കുമോ, നോയ്സ് ക്യാൻസലേഷൻ, സൗണ്ട്, എല്ലാത്തിനെ പറ്റി നമ്മൾ സംസാരിക്കും. ഇത് നിങ്ങൾക്ക് ജിമ്മിന് വേണ്ടിയിട്ട് നല്ലതായിരിക്കുമോ ഇല്ലയോ എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട്, ടെസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ആദ്യം ടെസ്റ്റ് വീഡിയോസ് നോക്കാം, അത് കഴിഞ്ഞ് ഇനിയും സംസാരിക്കാം. എന്നാൽ പോകാം. I just wanna stay bad, stay mad, shit on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back, I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me, ain't nobody like that. I ain't gonna wait, that's all fact, give me one shot and I'll never get the throne back. I'm sick of being cautious, I'ma go cause something, can't stop this. I'ma steal everybody's lane, call it shoplift. Sick of hearing everyone complain when they thoughtless. Taste the pain, it's like candy canes. It makes me go change into a better frame, into a better name. Society's insane, we all live for fame, yeah. Cash in the bag, stadium packed. Born a rock star in this life, gon' live it up. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി ഫിറ്റ് ആൻഡ് കംഫർട്ട് നോക്കാം ആദ്യം. സോ ഇതിൻ്റെ ഫിറ്റ് ഒത്തിരി നല്ലതാണ്. ഇപ്പം ഇതിൽ സിലിക്കോൺ ടിപ്പ് ഫോം ഇൻഫ്യൂസ്ഡ് ആണ്. സോ അത് കാരണം ഇതിൻ്റെ സ്ക്വിഷിനെസ് നല്ലതാണ്. ഇത് ചെവിയിൽ പോയിട്ട് നല്ലപോലെ ഫിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഡിസൈൻ, സ്റ്റെമ്മല്ല, ഇതിൻ്റെ ഇയർഫോണിൻ്റെ ഡിസൈൻ കുറച്ച് ചേഞ്ചാണ്. ആ ഇയർ കനാലിൽ പോകുന്ന പാർട്ട് ഇപ്പോൾ കുറച്ച് നീളമുണ്ട്. പിന്നെ അത് ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ ഇയർഫോൺ ഇങ്ങനെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇത് ആംഗിൾഡായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ ഇയർഫോൺ സ്ട്രേറ്റ് ആണ്, പിന്നെ ഒരു ആംഗിളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ അത് ചെവിൻ്റെ അകത്ത് പോയിട്ട് നല്ലപോലെ ബ്ലോക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ പറയുന്നു, അത് സാരമില്ല, ഞാൻ ഫുൾ റിവ്യൂവിൽ അതിനെപ്പറ്റി നല്ലപോലെ സംസാരിക്കാം. സോ ആംഗിൾ ഡിഫറെൻ്റ് ആണ്, പിന്നെ സിലിക്കോൺ ബഡ്സ് ഡിഫറെൻ്റ് ആണ്, പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഇപ്പം കുറച്ച് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇപ്പം ഇതിൻ്റെ ഫിറ്റ് ഒത്തിരി നല്ലതാണ്. ഞാൻ ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്യുമ്പം എല്ലാ ഇയർഫോൺ ഫോൾ ചെയ്യും, അൺലെസ് അത് ഇൻ ഇയർ എൻ്റെ സോണിയുടെ XM സീരീസിൻ്റെ ഫോം ഉള്ള ആ മെമ്മറി ഫോമുള്ള ഇയർബഡ്സ് ചെവിയിലിരിക്കും. ബാക്കി എല്ലാം വീഴാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്തപ്പം ഇതിൽ ഒരു പ്രോബ്ലം ഇല്ല. ബർപ്പീസ് ഒക്കെ ചെയ്തപ്പം ഒരു പ്രോബ്ലം ഇല്ല. ഏത് എക്സസൈസ് ചെയ്താലും ഇത് വീണില്ല. സോ ഫിറ്റ് വൈസ് ഇത് ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ നോക്കിയാൽ സൗണ്ട് ഇതിൻ്റെ ഇപ്പം ബേസ് ഹെവിയാണ്. ബേസ് അവർ കുറച്ച് കൂട്ടി. സോ ബേസിൻ്റെ സൗണ്ട്, നിങ്ങൾക്ക് ബേസ് ഇഷ്ടമാണെങ്കിൽ ഇതൊരു നല്ല ഇയർഫോണാണ്. പ്ലസ് നോയ്സ് ക്യാൻസലേഷൻ്റെ ലെവലും കുറച്ച് ഹൈ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇപ്പം നിങ്ങൾക്ക് വെളിയിലത്തെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ട് പിന്നെ സൗണ്ട് കുറച്ച് ഹൈ ചെയ്താൽ നിങ്ങൾക്ക് വെളിയിലത്തെ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഈവൻ ജിമ്മിൻ്റെ ഈ മെഷീൻസിൻ്റെ പിന്നെ ഈ വെയ്റ്റ്സ് വീഴുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഒത്തിരി സമയം ഞാൻ വെയ്റ്റ്സ് ആൾക്കാരിങ്ങനെ താഴെ ഇടുന്നത്, അതിൻ്റെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാം, പക്ഷേ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സോ സൗണ്ട് വൈസ് എക്സലൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ, പിന്നെ ബേസ് ഹെവി സൗണ്ട്, ജിമ്മിന് വേണ്ടി ഒത്തിരി നല്ലതാണ്. ഇതിൽ വേറെ ഒരു എക്സ്ട്രാ ഫീച്ചറുണ്ട്, നമ്മളുടെ എയർപോഡ്സ് പ്രോ 2ൽ ഇല്ലായിരുന്നു. അതാണ് ഹാർട്ട് റേറ്റ് മോണിറ്റർ. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ഒത്തിരി ആക്യുറേറ്റ് ഹാർട്ട് റേറ്റ് മോണിറ്റർ കിട്ടുന്നു. കാരണം ഇതിപ്പം ചെവിയിൽ നല്ല ഗ്രിപ്പ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. അത് കാരണം ഇത് അവിടെ മൂവ് ചെയ്യുന്നില്ല. അത് കാരണം അതിന് നല്ലപോലെ നമ്മളുടെ ഹാർട്ട് റേറ്റിൻ്റെ മോണിറ്ററിങ് ഡേറ്റ കിട്ടുന്നു. സോ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരുമിച്ച് ഡേറ്റ എടുത്തിട്ട് ഇനിയും ബെറ്റർ റിസൾട്ട് കൊടുക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഈ ഇയർഫോൺ ഇട്ടിട്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് ഇവിടുന്ന് ഓൺ ചെയ്യാം എക്സസൈസ്, പിന്നെ അതിൻ്റെ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഹാർട്ട് റേറ്റിൻ്റെ മോണിറ്ററിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് ബ്ലൂടൂത്തിലാണ് ഓടുന്നത്. സോ ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആയാൽ, കുറേ ദൂരെ പോയാൽ
ഇതിൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ ഡേറ്റ നിങ്ങൾക്ക് കിട്ടില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എല്ലാ സമയം മ്യൂസിക് ഇതിൽ കേട്ടുകൊണ്ടിരിക്കും. സോ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് റേഞ്ച് ഉണ്ട്. സോ അവിടുന്ന് കുറച്ച് ദൂരെ പോയാൽ പ്രോബ്ലം ആയിരിക്കും. സോ ഞാൻ ബ്ലൂടൂത്ത് റേഞ്ചിൽ ഇരുന്ന് ഞാൻ ഈ എക്സസൈസ് ചെയ്യും. നല്ല ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഡേറ്റ കിട്ടും. ദൂരെ പോയാൽ അത് ഡിസ്കണക്റ്റ് ആവും. അത്രേ ഉള്ളൂ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾക്ക് ഡ്യൂറബിലിറ്റിയും ബാറ്ററി ലൈഫിനെ പറ്റി സംസാരിക്കാം. ഇതിപ്പം IP57 റേറ്റഡ് ആണ്. ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരാൾ ഇത് സ്വിമ്മിംഗ് പൂളിലെടുത്ത് സ്വിമ്മിങ്ങും ചെയ്തായിരുന്നു. സോ അതിലും ഇത് സർവൈവ് ചെയ്തു. സോ സ്വിമ്മിംഗ് പൂൾ സർവൈവ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഈ ജനറൽ സ്വെറ്റ് പിന്നെ മഴ ഒക്കെ ഒരു പ്രോബ്ലം അല്ല. സോ ഇപ്പം ഇത് ഡ്യൂറബിൾ ആണ്. ആദ്യം ആൾക്കാർ ഇയർഫോണിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കാറുണ്ടായിരുന്നു. ഇപ്പം ഈ കേസും ഡ്യൂറബിളാണ്. ഇതും IP57 റേറ്റഡ് ആണ്. സോ കേസും വാട്ടർ പ്രൂഫാണ്, ഇയർഫോണും വാട്ടർ പ്രൂഫാണ്. സോ വേറെ എന്താ വേണ്ടത്? മറ്റേ കാര്യം ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇപ്പം ഒരു 8 മണിക്കൂറുടെ ബാറ്ററി ലൈഫ് ഉണ്ട്. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് പാട്ട് കേട്ടുകൊണ്ട് ജിമ്മിലേക്കും പോവാം, ജിമ്മും ഫുൾ ചെയ്യാം, ജിമ്മിൽ തിരിച്ചും പോവാം. തിരിച്ചു പോയിട്ട് ഇനിയും എനിക്ക് ബാക്കി എല്ലാം ഒരു 2-3 മണിക്കൂർ ഇനിയും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ബാറ്ററി ഉണ്ട്. സോ ബാറ്ററി ലൈഫ് ഇപ്പം ഒത്തിരി നല്ലതാണ്. ഞാൻ ജനറലി യൂസ് ചെയ്യുന്ന ഇയർഫോൺസ് ജനറലി 4 to 6 hours എനിക്ക് ബാറ്ററി ലൈഫ് കൊടുക്കും വിത്ത് നോയ്സ് ക്യാൻസലേഷൻ. ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ്റെ കൂടെയും 8 മണിക്കൂർ എനിക്ക് കിട്ടുന്നു. സോ ബാറ്ററി ലൈഫ് എക്സലൻറ്റ്. സോ അത്രേ ഉള്ളൂ ഈ ജിം ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ ബാക്കി ടെസ്റ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. ഞാൻ ഫുൾ റിവ്യൂയുടെ വീഡിയോയും ഇടാൻ പോവുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതും ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനകത്ത് ഇടും. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.